നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. വിസ്കോൺസിനിൽ സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വെടിവയ്പ്പിൽ നമുക്ക് അതിശയമൊന്നും തോന്നിയില്ല. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന ഒരു കലാപരിപാടിയാണ്. പിന്നെ കൗമാരക്കാരായ പിള്ളേർ എന്തെങ്കിലും ദേഷ്യം തോന്നിയാൽ ഉടനെ തോക്കെടുത്തുകൊണ്ട് വന്ന് സഹപാഠികളെയും അധ്യാപകരെയും ഒക്കെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് ഒരു വിനോദമായി കണക്കാക്കുന്ന ഒരു രാജ്യം, ഒരു സംസ്കാരം, രാജ്യമല്ല ഒരു സംസ്കാരം. വാസ്തവത്തിൽ അതിൻ്റെ ഒരു മൂല്യച്യുതിയാണ് അവിടെ നമ്മൾ കാണുന്നത്. നമ്മൾ നാട്ടിൽ തോക്കില്ലെങ്കിൽ കത്തിയും കടാരിയും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളാരും സ്കൂളുകളിൽ കടാരിയും കത്തിയുമായിട്ട് കുട്ടികൾ വരുന്നത് നമ്മൾ കാണുന്നില്ല. കാരണം നമ്മുടെ സംസ്കാരം വ്യത്യസ്തമാണ്. നമ്മളെ പഠിപ്പിക്കുന്നത് അഹിംസയും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് പാപവും തെറ്റും, പിന്നെ പരപീഡനം, പിന്നെ ഏറ്റവും വലിയ കുറ്റവും എന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ പബ്ലിക് സ്കൂളുകളിലൊക്കെ നമുക്കറിയാം എല്ലാത്തരം വൃത്തികേടുകളും, പിന്നെ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് എല്ലാത്തരം വൃത്തികേടുകളുമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ ഡ്രാഗ് ക്യൂനും മറ്റേതും മറിച്ചതും ഒക്കെ. പലപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാത്തലിക് സ്കൂളിലോ അതുപോലെയുള്ള റിലീജിയസ് സ്കൂളുകളിൽ കുട്ടികളെ വിടണമെന്നാണ് മിക്കവരും ആഗ്രഹിക്കുന്നത്, നമ്മളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. കാരണം പബ്ലിക് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ വിസ്കോൺസിനിൽ സംഭവിച്ചിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ്. പിന്നെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രം, 390 വിദ്യാർത്ഥികൾ മാത്രമുള്ള ഒരു ചെറുകിട സ്കൂൾ. അതിൽ പിന്നെ കിൻഡർ ഗാർട്ടൻ മുതലുള്ള കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു വെടിവയ്പ് ഉണ്ടായത് എല്ലാവരെയും അമ്പരപ്പിച്ചു. അതിനേക്കാൾ അമ്പരപ്പിച്ചത് ആ വെടിവെച്ചത് ഒരു 15-കാരിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായി നമുക്ക് തോന്നിയത്. ഒരു പെൺകുട്ടി, ഈ പെൺകുട്ടികളിങ്ങനെ തോക്കുമൊക്കെ പിന്നെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ആ കുട്ടി അത് തോക്ക് പരിശീലനം അപ്പനാണ് പഠിപ്പിച്ചതെന്ന് തോന്നുന്നു. പഠിക്കുകയും അത് പിന്നെ ക്ലാസ്സിൽ കൊണ്ടുവന്ന് തന്നെ പ്രയോഗിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ആ ദുഃഖം എത്രയെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ പെൺകുട്ടിയെ പറ്റിയുള്ള വിവരങ്ങൾ എന്താ, അതിൻ്റെ പേര് നതാലി സമാന്ത റൂപ്നൗ എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര്. അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ അമേരിക്കയിലെ മൂല്യച്യുതിയുടെ ഒരു പ്രധാന കാരണം ഈ പിന്നെ ബ്രോക്കൺ ഫാമിലീസ്, കുടുംബ ബന്ധങ്ങളിലുള്ള ആ തകർച്ചയാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നത്, ഇതിൻ്റെ അപ്പനും അമ്മയും 2011 വിവാഹം കഴിച്ചത്. പിന്നെ അതിനു മുമ്പ് 2 വർഷം മുമ്പ് ഈ കുട്ടി ജനിച്ചിരുന്നു. കുട്ടി ജനിക്കുമ്പോൾ അവർ വിവാഹിതരായിരുന്നില്ല. അതിനുശേഷം 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പനും അമ്മയും വേർപിരിഞ്ഞു. പിന്നെ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വീണ്ടും വിവാഹിതരായി. പിന്നെ അതിനുശേഷം പിന്നെയും 2-3 വർഷം ആകുമ്പോഴത്തേക്ക് അവർ വീണ്ടും പിരിഞ്ഞു. പിന്നെയും അതിനുശേഷം മൂന്നാമതൊരു തവണയും 2021 മറ്റോ വീണ്ടും ഒരിക്കൽ കൂടി വിവാഹം കഴിച്ച് ഏതാനും മാസമേ നിന്നുള്ളൂ. അതിനുശേഷം വീണ്ടും വിവാഹമോചനം നടത്തി. അപ്പോൾ ഇതിനിടയിൽ ഈ 2-3 തവണ പിന്നെ മാതാപിതാക്കൾ വിവാഹം കഴിക്കുകയും വിവാഹമോചനം നേടുകയൊക്കെ ചെയ്തത്, അതിൻ്റെ ഇടയ്ക്ക് പെട്ട് ഞെരുങ്ങുന്ന ഈ കൊച്ചിനെ കുറച്ച് ദിവസം അപ്പൻ്റെ കൂടെ നിർത്തും, കുറച്ച് ദിവസം അമ്മയുടെ കൂടെ നിർത്തും. അങ്ങനെയും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു സ്ഥിരതയും ഇല്ലാത്തൊരു ജീവിതം. അപ്പോഴത്തേക്ക് 12 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഇതിന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോ ചികിത്സയൊക്കെ വേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വളർന്നു വരുന്നൊരു കുട്ടിയാണ്. ഈ വർഷമാണ് അതിൻ്റെ അപ്പൻ അതിനെ ഫയറിംഗ് റേഞ്ചിൽ പിന്നെ തോക്ക് ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നത്. അത് വലിയൊരു കേമമായിട്ട് അയാൾ കരുതുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ അമ്മയെ പറ്റി പറയുന്ന അമ്മയ്ക്ക് വിവാഹത്തിലല്ലാതെ ആദ്യം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരാളെ വിവാഹം കഴിച്ചു. അത് ഏതാനും നാളെ നിന്നുള്ള അയാളെ ഡിവോഴ്സ് ചെയ്തു. അതിനുശേഷമാണ് ഈ കുട്ടിയുടെ അപ്പനെ വിവാഹം കഴിക്കുന്നത്. അപ്പം മൊത്തത്തിൽ സ്ഥിരതയോ നമ്മൾ ഉദ്ദേശിക്കുന്ന ധാർമ്മികതയൊന്നും അവിടെ കാണുന്നില്ല. ഇഷ്ടംപോലെ ഈ ആളുകൾ ബന്ധങ്ങളും സ്ഥാപിക്കുകയും അത് ബന്ധങ്ങളിൽ നിന്ന് ഒഴിയുകയും കുട്ടികളുടെ കാര്യം നോക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നു. അല്ലെങ്കിൽ മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ചിട്ടോ ഒക്കെ കുട്ടികൾ ഉണ്ടാവുന്നു. ആ കുട്ടികൾക്കൂടെ അത് കൊടുക്കുന്ന രീതി പോലും പലയിടത്തും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു മൂല്യവത്തായ ഒരു ബാല്യകാലം ഉണ്ടാവുന്നില്ല. അവർ ചീത്ത കാര്യങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. എന്നാൽ ഈ സമൂഹം സ്കൂളിലും അല്ലെങ്കിൽ പള്ളിയിലും ഒക്കെ ആ വിദ്യാഭ്യാസം നൽകാനോ അല്ലെങ്കിൽ ഒരു ധാർമ്മിക ബോധം നൽകാനോ ഈ സമൂഹത്തിന് കഴിയുന്നുമില്ല. ഇപ്പോൾ കാത്തലിക് ചർച്ചിൻ്റെ ഒക്കെ ഏറ്റവും വലിയ പരാജയം അമേരിക്കയാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഇവിടെ ആളുകൾ ഇത്രയധികം വഷളാവുന്നതിൽ ഈ സഭകൾക്കും പള്ളികൾക്കും ഒന്നും അവരെ പഠിപ്പിക്കാനോ അവരിലൊരു ധാർമ്മിക മൂല്യങ്ങൾ, ഒരു ക്രൈസ്തവ മൂല്യങ്ങളെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാനോ കഴിയുന്നില്ല. അവരെ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ പോലെ, കുറഞ്ഞ പക്ഷം ആരോടെങ്കിലും പേടി വേണം, ദൈവത്തോടെങ്കിലും പേടി വേണം.
ദൈവത്തെ പേടിച്ചാലും അതൊരു വലിയ കാര്യമാണ്. ആ ദൈവം ശിക്ഷിക്കും എന്നുള്ള ഒരു പേടി ഉണ്ടായാൽ തന്നെ പല കാര്യങ്ങളിലും വ്യത്യാസം വരുമെന്നാണ് തോന്നുന്നത്. അപ്പം വിശ്വാസമില്ലാത്തവർക്ക് വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അതും ധാർമ്മികതയുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. ധാർമ്മികത നമ്മുടെ എല്ലാം മനസ്സിൽ ഉള്ള കാര്യമാണ്, നമ്മൾ അറിയുന്ന കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടി തോക്കും കൊണ്ട് വന്നു. ആ തോക്ക് ഉപയോഗിച്ച് ഒരു അധ്യാപകനെയും വേറൊരു വിദ്യാർത്ഥിയെയും വെടിവെച്ച് വന്നു. 6 പേർക്ക് പരിക്കേറ്റു. പിന്നെ ആ കൊച്ചു തന്നെ സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്തു. എന്താണ് ആ കുട്ടിയുടെ മനസ്സിൽ കൂടി എന്തൊക്കെയാണ് കടന്നുപോയതെന്ന് നമുക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. ആ ബാല്യത്തിൽ ഏറ്റവും സന്തോഷകരമായിരിക്കേണ്ട ഒരു ബാല്യത്തിലാണ് ഇങ്ങനെയുള്ള ഹീനകൃത്യങ്ങളിലൊക്കെ ചെയ്യേണ്ടി വരികയും ഇങ്ങനെ സ്വന്തം ജീവിതം തന്നെ അവസാനിപ്പിച്ച് കളയുകയും ചെയ്യുന്നത്. എന്തായാലും ഖേദകരമായ ഒരു കാര്യമാണ് ആ മൂല്യച്യുതി. അമേരിക്കയുടെയൊക്കെ അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരമൊക്കെ നേരിടുന്ന ഒരു മൂല്യച്യുതിയുടെ ഒരു പ്രതിഫലനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ദുഃഖകരമാണ്. അപ്പോൾ പിന്നെ ക്രിസ്ത്യൻ സ്കൂളുകളിലും അല്ലെ മതപരമായ സ്കൂളുകളിൽ വരെ ഇത് സംഭവിക്കുന്നു എന്നുള്ളത് അതിശയിക്കേണ്ട കാര്യമാണ്. 2009 ശേഷം, അതായത് കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ഒട്ടേറെ സ്കൂൾ കൂട്ടക്കൊലകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 9 പേര് പെൺകുട്ടികളായിരുന്നു. അപ്പോൾ ഈ കുട്ടിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി എന്നാണ് പറയുന്നത്. എന്തായാലും ദുഃഖകരം. നമുക്ക് ഇതിനെ ഓർത്ത് വിലപിക്കുക എന്ന് മാത്രമേ നമ്മളെ കൊണ്ട് കഴിയൂ.